സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഒത്തിരി ബഹുമാനത്തോടെ എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഓരോ ഞായറാഴ്ചകളിലും വിശുദ്ധ ആരാധനയിൽ എങ്ങനെ ഒരുങ്ങി വരണമെന്നുള്ള ചിന്തകളിലൂടെയാണല്ലോ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് വിശുദ്ധ ആരാധനയിൽ, ഞായറാഴ്ചത്തെ വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കേണ്ടതിൻ്റെ എങ്ങനെയാണ് പങ്കെടുക്കുന്നത് എന്ന് പരിശോധിക്കുവാനായി ദൈവം ക്രമീകരിച്ച് തന്നിരിക്കുന്ന വചനങ്ങളും അതിൻ്റെ ധ്യാനങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം. ദൈവസന്നിധിയിലെ പ്രിയമുള്ളവരെ, ഒരുങ്ങി വരണമെന്നാണല്ലോ കർത്തൃകൽപ്പന. വിശുദ്ധിയോടെ വിശുദ്ധമായതിനെ സൂക്ഷിച്ചാൽ എല്ലാവരും വിശുദ്ധരായിത്തീരുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നാളത്തെ ആരാധനയുടെ ഒരുക്കത്തിനായിട്ട് നമുക്ക് പ്രവേശിക്കാം. പെന്തക്കോസ്തിക്ക് ശേഷം വരുന്ന 6ാമത്തെ ഞായറാഴ്ചയാണ് നാളെ. പ്രത്യേകിച്ച് ഈ ഞായറാഴ്ചയുടെ അനുഭവം എന്ന് പറയുന്നത് സ്ലീഹന്മാരുടെ 12 സ്ലീഹന്മാരുടെ ഓർമ്മ ദിവസം കൂടിയാണ്. നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അവിടുത്തെ തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ അങ്ങയുടെ അത്ഭുതകരമായ ഇടപെടലിലൂടെ സ്വീകരിക്കുവാനും അത് ഗ്രഹിച്ച് മനസ്സിലാക്കി വിശുദ്ധീകരണം പ്രാപിക്കാനിടയാകണമേ. ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ സാത്താൻ ഞങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാതെ അവിടുത്തെ തിരക്തത്തിൻ്റെ സംരക്ഷണം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ യേശുവേ, അങ്ങയുടെ കാരുണ്യവും അങ്ങയുടെ സ്നേഹവും ഞങ്ങളിൽ ധാരാളമായി ചൊരിയണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, എഴുന്നള്ളി വരണമേ. പരിശുദ്ധമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ, ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമീൻ. പ്രിയമുള്ളവരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പെന്തക്കോസ്തിക്ക് ശേഷം വരുന്ന 6ാമത്തെ ഞായറാഴ്ചയാണ്. ഒപ്പം തന്നെ 12 സ്ലീഹന്മാരുടെ, അപ്പോസ്തലന്മാരുടെ ഓർമ്മ കൂടിയാണ്. ഇന്ന് ശനിയാഴ്ച ദിവസം ജൂൺ 29-ാം തീയതി പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ ഓർമ്മ ദിവസമായിരുന്നു. വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ജൂലൈ 3-ാം തീയതി ഭാരതത്തിൻ്റെ അപ്പോസ്തലനായ മോർ തോമാസ് സ്ലീഹായുടെ ദുഃഖ്രോനോ ദിവസമാണ്. അങ്ങനെ ഈ ദിവസങ്ങളിലെല്ലാം സ്ലീഹന്മാരെ ഓർക്കുന്ന, സ്ലീഹന്മാരിലൂടെ ദൈവം നമ്മളിലേക്ക് ചൊരിഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങളെ സ്വീകരിക്കുന്ന ദിവസങ്ങളായി നമുക്കിതിനെ കാണാം, ധ്യാനിക്കാം. ഈ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് സന്ധ്യയിൽ, ശനിയാഴ്ച സന്ധ്യയിൽ വായിച്ച് ധ്യാനിക്കേണ്ട ഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 10 വരെ വാക്യങ്ങളും, ഞായറാഴ്ചത്തെ പ്രഭാതത്തിൽ വായിച്ചൊരുങ്ങേണ്ട ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 30 മുതൽ 46 വരെ വാക്യങ്ങളും, വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് പഴയ നിയമ വായനയിൽ നിന്ന് പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 34 മുതൽ 38 വരെ വാക്യങ്ങളും, യോശുവയുടെ പുസ്തകം 2ാമത്തെ വായനയായിട്ട് 10-ാം അധ്യായം 33 മുതൽ 37 വരെ വാക്യങ്ങളും, 3ാമത്തെ വായന 2 ശമൂവേൽ 3-ന്റെ 17 മുതൽ 21 വരെ വാക്യങ്ങളും, ഒരു വായനയുടെ ക്രമപ്പെടുത്തിയിട്ടുണ്ട് യെശയ്യായുടെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 27 വരെ വാക്യങ്ങളുമാണ്. വിശുദ്ധ കുർബാനയ്ക്കുള്ള സ്ലീഹ വായനയിൽ പൊതുവിനെഴുതിയ ലേഖനം വായിക്കുന്ന അപ്പോസ്തല പ്രവർത്തനത്തിൽ നിന്നാണ് 1-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 18 വരെ വാക്യങ്ങളും. 2ാമത്തെ ലേഖനം പൗലോസ്ലീഹയുടെ ലേഖനം 1 കൊരിന്ത്യർ 8-ന്റെ 1 മുതൽ 6 വരെ വാക്യങ്ങളാണ്. വിശുദ്ധ എവൻഗേലിയോൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 32 മുതൽ 39 വരെ വാക്യങ്ങളാണ്. അല്പസമയം നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ധ്യാനിച്ച് മുൻപോട്ട് പോകാം. ഒന്നാമത്തെ വായന സന്ധ്യയുടെ വായനയാണല്ലോ നമ്മൾ കേട്ടത്. സന്ധ്യയുടെ വായനയിൽ
2-3 കാര്യങ്ങൾ കർത്താവ് നമ്മൾ ഓർപ്പിക്കുന്നുണ്ട്. അത് 17-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെ വാക്യങ്ങളിലാണ്. ഒന്നാമത്തെ ചിന്ത ഇങ്ങനെയാണ്: ആർക്കും ദുഷ്പ്രേരണ കൊടുക്കാതിരിക്കുക. ആര് മൂലമാണ് ദുഷ്പ്രേരണ ഉണ്ടാകുന്നത്? അവന് ദുരിതം എന്ന് പറയുന്നു. ഒരു മനുഷ്യനും തെറ്റായ പ്രേരണ, ദുഷ്പ്രേരണ കൊടുക്കാതിരിക്കുക. കൊടുക്കുന്നവനെ തിരികല്ല് കെട്ടി ആഴമുള്ള കയത്തിൽ താത്തുക എന്നാണ് പറയുന്നത്, യേശു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദുഷ്പ്രേരണ കൊടുക്കാതിരിക്കുക. ദുഷ്പ്രേരണ ആര് മൂലമാണ് ഉണ്ടാകുന്നത്? അവന് വലിയ ദുരിതം, അവന് വലിയ ശിക്ഷാവിധി ഉണ്ടെന്ന് ഓർപ്പിക്കുകയാണ്. മറ്റൊരു ധ്യാനം നമ്മളോട് പറയുന്നത്, സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുക, അവൻ പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക എന്നാണ്. പ്രിയമുള്ളവരെ, മറ്റുള്ളവർക്ക് ഇടർച്ച ഉണ്ടാക്കാതിരുന്നാൽ പോരാ, അല്ലെങ്കിൽ ഇടർച്ച കൊടുക്കാതിരുന്നാൽ പോരാ, മറ്റുള്ളവരുടെ പാപങ്ങളും ഇടർച്ചകളും ക്ഷമിക്കണം കൂടിയെന്ന് ഈ വചനത്തിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ്. കുറച്ചും കൂടി മനസ്സിലാകാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ, മദർ തെരേസയുടെ ഒരനുഭവത്തിൽ നിന്ന് ഒരു വാക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ മദർ തെരേസയുടെ ഒരു ഭവനത്തിൽ ദേഹമാസകലം മുറിവേറ്റ ഒരാളെ കൊണ്ടുവന്നു. അധികാരികൾ, ആ ആശ്രമത്തിലെ അധികാരികൾ ചിലർ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ ഉപദ്രവിച്ചത് ആരാണ് എന്ന്. ആക്രമിച്ച വ്യക്തി ആരാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയില്ല. അദ്ദേഹം പല നുണകളും പല വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ഈ ചോദ്യം ചെയ്തവരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ മദർ തെരേസ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ എന്താണ് തങ്ങളെ ഉപദ്രവിച്ച ആളെ വെളിപ്പെടുത്താത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയാളെ പീഡിപ്പിച്ചാൽ എൻ്റെ വേദന കുറയുമോ? അയാളെ പീഡിപ്പിച്ചാൽ എൻ്റെ വേദന കുറയുമോ? പ്രിയമുള്ളവരെ, ആ മനുഷ്യൻ്റെ ആ ചോദ്യം അദ്ദേഹത്തോട്, അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്തയാളോട് ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു വ്യക്തിയുടെ ചിന്തയിൽ നിന്ന് രൂപപ്പെടുന്നതാണ്. പക്ഷെ ഒരു സാമൂഹിക പ്രതിബദ്ധതയിലോ അല്ലെങ്കിൽ സാമൂഹികമായിട്ട് നമ്മളിതിനെ ചിന്തിക്കുമ്പോൾ, ഉപദ്രവിക്കുന്നവനെ ഒരു വ്യക്തി വെറുതെ വിട്ടാലും അവനിൽ മാറ്റം വരുന്നില്ല എങ്കിൽ അവന് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമെന്നുള്ള ആ ഒരു ചിന്തയും കൂടി നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകേണ്ടതാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും, നമ്മൾ നിയമമൊന്നും അനുസരിക്കുന്നില്ല, അധികാരികളെ ഒന്നും ഭയപ്പെടുന്നില്ല എന്നുള്ള. യേശുക്രിസ്തു പറയുന്നതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിലൂടെ നൽകുന്ന രക്ഷ ഒരു മനുഷ്യൻ അനുഭവിച്ചാൽ, അവനെ ഉപദ്രവിക്കുന്നു വേണ്ടി അവന് പ്രാർത്ഥിച്ചാൽ, ശത്രുവിനെ സ്നേഹിച്ചാൽ, തീർച്ചയായിട്ടും ഉപദ്രവിക്കുന്നവർക്കും ശത്രുവിനൊക്കെ വലിയ മാനസാന്തരം, വലിയ മാറ്റമുണ്ടാകുമെന്നുള്ളതിൻ്റെ ശക്തമായ തെളിവാണ് യേശു പറയുന്നതും, അല്ലെങ്കിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ, അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്ന ഈ കാലഘട്ടത്തിലുള്ള ആളുകളും പറയുന്നത്. അപ്പോൾ ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്ന ക്ഷമിക്കണം, പൊറുക്കണം, ഉപദ്രവിക്കുന്നവനെ ഉപദ്രവിക്കരുത് എന്നെല്ലാം പറയുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം അതാണ്. ലോക നിയമങ്ങളെ, ലോകത്തിൻ്റെ നിയമങ്ങളെ ലംഘിക്കേണ്ട, അല്ലെങ്കിൽ അധികാരികൾ പറയുന്ന നിയമങ്ങളെ ലംഘിക്കണമെന്നല്ല അതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ മനുഷ്യൻ ഇവൻ്റെ വ്യക്തിപരമായ ഒരനുഭവം പറയുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം മാനസാന്തരപ്പെട്ട വ്യക്തിയാണ്, അല്ലെങ്കിൽ അദ്ദേഹം മറ്റുള്ളവരോട് ക്ഷമിക്കാൻ തയ്യാറാണ്, പൊറുക്കാൻ തയ്യാറാണെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പം നമ്മളും അതുപോലെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവൻ പശ്ചാത്തപിച്ചാൽ ക്ഷമിക്കണമെന്നാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു ധ്യാനം അതിലൂടെ നമുക്ക് നൽകുന്നത്, പ്രതിനന്ദി ആഗ്രഹിക്കാതെ സേവനം ചെയ്യണമെന്നാണ്. നിങ്ങളുടെ ഒരു ഭൃത്യനൊഴുകുകയോ ആടുമേയ്ക്കുകയോ ചെയ്തു വന്നിട്ട്
അവനെ നിങ്ങൾ അവനോട് വിശ്രമിക്കുക എന്നുള്ള പറയുന്നത്. നീ അരകെട്ടി എനിക്ക് ഭക്ഷണം പാചകം ചെയ്യുക, എന്നെ ശുശ്രൂഷിക്കുക എന്നല്ലേ പറയുന്നത്. ഭൃത്യനങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവനോട് പ്രതിനന്ദി പറയുമോ എന്ന് ചോദിക്കുകയാണ്. നന്ദി പറയില്ല എങ്കിൽ നിങ്ങളും നന്ദി ആഗ്രഹിക്കാതെ സേവനം ചെയ്യണമെന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊരാൾക്കൊരു ഉപകാരം ചെയ്തിട്ട് അതിൽ നിന്ന് നന്ദി പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ സേവനത്തിന് നിൽക്കരുത്. കൽപ്പിക്കപ്പെട്ടവ ചെയ്തു, ദൈവം എന്നോട് ആ വ്യക്തിക്ക് അത് ചെയ്തു കൊടുക്കാൻ പറഞ്ഞു, അത്രമാത്രം മതി എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ തിരികെ നന്ദി പ്രതീക്ഷിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വെറുപ്പുണ്ടാകും. അതുകൊണ്ട് നന്ദി ഒരിക്കലും തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ആർക്കൊരു നന്മയും ചെയ്യരുത്. മറിച്ച് ദൈവമാണ് എല്ലാത്തിനും പ്രതിഫലം തരുന്നതെന്നുള്ള ബോധ്യത്തോടു കൂടി സേവനം ചെയ്യണമെന്ന് ആ ധ്യാനത്തിലൂടെ, ഇന്നത്തെ സന്ധ്യയുടെ വായനയിലൂടെ കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. വീണ്ടും പ്രഭാതത്തിൻ്റെ വായനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പ്രിയമുള്ളവരെ. അത് മർക്കോസിൻ്റെ സുവിശേഷം 6:30 മുതൽ 46 വരെ വാക്യങ്ങളാണ്. അവിടെ നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെയാണ്, യേശുവിന് എന്താ പറയുന്നത്, ഭക്ഷണം കഴിക്കാൻ പോലും ഒഴിവ് കിട്ടാതെ വണ്ണം ജനങ്ങളെ അവൻ രോഗത്തിൽ നിന്നും ഭൂതത്തിൽ നിന്നുമൊക്കെ രക്ഷിച്ചുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ ഒത്തിരി ജനക്കൂട്ടം യേശുവിൻ്റെ അടുക്കൽ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, അങ്ങനെ വന്നുകൊണ്ടിരുന്ന ജനത്തിൻ്റെ ഇടയിൽ എന്താ പറയുന്നത്, യേശുവിന് അനുകമ്പ തോന്നി എന്നവർ. അവരുടെ ഇടയിൽ നിന്ന് യേശു ശിഷ്യന്മാരെയും കൂട്ടി വിജന സ്ഥലത്തേക്ക് വിശ്രമിക്കാൻ പോയെങ്കിലും വലിയ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അനുകമ്പ തോന്നി എന്നുള്ളത്. ഇതിലൂടെ നമ്മളും മനസ്സിലാക്കേണ്ടത്, ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളിൽ പൂർണ്ണമാകുമ്പോൾ നമുക്കും വിശ്രമിക്കാൻ നേരമില്ലാതെ, വിശ്രമിക്കാൻ സമയമില്ലാതെ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യേണ്ടതായിട്ട് വരുന്നു, അല്ലെങ്കിൽ വരുമെന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ മനസ്സിലത് സൂക്ഷിക്കണം. ക്രിസ്തീയ ശുശ്രൂഷയിൽ വിശ്രമമില്ല. മരണം വരെ ക്രിസ്തുവിനോട് ചേർന്ന് വേല ചെയ്യണമെന്നുള്ളതാണ്. എന്നു തീരും എൻ്റെ കഷ്ടം, ഇന്നീ മഞ്ഞിലെ അന്നു മാറും എൻ്റെ ദുഃഖം നിശ്ചയം തന്നെ, അന്ന് തൻ്റെ ശുദ്ധരത്വ പാടിയാർക്കുമേ എന്നെനിക്ക് സാധ്യമോ മകൾ സമ്മേളനം എന്നാണ്. അപ്പോൾ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ, മറ്റുള്ളവരുടെ വേദനകളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് വിശ്രമിക്കാൻ സമയമില്ല. മരണം വരെയും നമ്മൾ ശുശ്രൂഷയിലായിരിക്കണം. മരിക്കുന്നത് വരെ, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നവരെയും ദൈവമേ നിൻ്റെ ശുശ്രൂഷയിലായിരിക്കാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. വീണ്ടും നമ്മൾ പഴയ നിയമത്തിലേക്ക് കടക്കുകയാണ്. പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 1-ാമത്തെ വായന 30-ാം അധ്യായത്തിൻ്റെ 34 മുതൽ 38 വരെ വാക്യങ്ങളാണ്. കർത്താവിന് വേണ്ടി സുഗന്ധദ്രവ്യം ഉണ്ടാക്കണമെന്നുള്ള ഒരു ക്രമീകരണമാണ്, അല്ലെങ്കിൽ ഒരു ആഹ്വാനമാണ് ദൈവം അവിടെ അവരോട് പറയുന്നത്. ആ സുഗന്ധദ്രവ്യത്തെ വിശുദ്ധമായി കാണണം, അതിന് ഇന്ന സാധനങ്ങളൊക്കെ ചേർക്കണം. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകുമല്ലോ. സമയത്തിൻ്റെ കുറവുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകട്ടെ. അതിനെ പവിത്രമായി കാണണമെന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ വേറൊരു കാര്യവും കൂടി ദൈവം പറയുന്നുണ്ട്. അത് പരിമളത്തിനു വേണ്ടി മനുഷ്യൻ്റെ ഉപയോഗത്തിനായിട്ട് ഉണ്ടാക്കരുത്. പരിമളത്തിനു വേണ്ടി മനുഷ്യൻ്റെ ഉപയോഗത്തിനായിട്ട് ഉണ്ടാക്കരുത്. ഇന്നും പ്രിയമുള്ളവരെ, ഈ ഒരു സുഗന്ധദ്രവ്യം നമ്മുടെ സഭയിൽ, പൗരസ്ത്യ സഭകളിൽ എന്നും വളരെ ശ്രേഷ്ഠമായി, വളരെ വിശുദ്ധിയോടെ, പ്രാർത്ഥനയോടെ അത് രൂപപ്പെടുത്തി വരുന്നു. അത് ഇന്ന് സഭയിൽ വിശുദ്ധമായ കൂദാശകൾക്ക് അത് ഉപയോഗിക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് ധ്യാനിക്കാം. ദൈവത്തിന് വേണ്ടി ഒരുക്കുന്ന കാര്യങ്ങളൊക്കെയും മനുഷ്യനത് അവൻ്റെ ലൗകികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുത്, ആത്മീയ കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന ഒരു ചിന്തയാണ് അതിലൂടെ നമുക്ക് തരുന്നത്. പഴയ നിയമത്തിലെ 2-ാമത്തെ വായന യോശുവയുടെ പുസ്തകത്തിൽ നിന്നാണ്. അവിടെ നമ്മളിങ്ങനെയാണ് വായിച്ചു കേൾക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തിയാൽ യോശുവ സകല കാര്യങ്ങളിലും വിജയം നേടുന്നു എന്നുള്ളതാണ്. 3-ാമത്തെ വായന ശമൂവേലിൻ്റെ 2 ശമൂവേലിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്നാണ്. അവിടെ ഇതുപോലെ ദൈവഹിതം നിറവേറ്റുന്ന ഒരു മനുഷ്യനെയാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് അബ്നേർ എന്നാണ്. ദാവീദിൻ്റെ വിശ്വസ്തനായിരുന്നു. ദാവീദിനെ രാജാവാക്കാൻ വേണ്ടി അദ്ദേഹം മുൻപന്തിയിൽ നിന്നു എന്നുള്ളത് ഒക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ
ആ കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു മനുഷ്യൻ വേറൊരാൾ അബ്നേറിനെ കൊന്നുകളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രിയമുള്ളവരെ നിറവേറ്റുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് ഭൂമിയിൽ എന്താ പറയുന്നത് ഒരുപാട് സങ്കടങ്ങൾ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടൊക്കെ ജീവൻ വരെ പോകാൻ സാധ്യതയുണ്ടെന്നുള്ള തിരിച്ചറിവോടുകൂടി നമ്മൾ ജീവിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ പക്ഷത്തെങ്കിൽ നമ്മൾക്ക് എന്താ പറയുന്നത്, ഈ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, യേശു പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണല്ലോ, ശരീരത്തെ കൊല്ലുന്നവനെ ഭയപ്പെടേണ്ട, എന്നാൽ ശരീരത്തെയും ആത്മാവിനെയും ഒരുപോലെ നശിപ്പിക്കുന്നവനെ ഭയപ്പെട്ടാൽ മതിയെന്ന്. അതുകൊണ്ട് ശരീരത്തിൻ്റെ ആ ഒരു ഇല്ലായ്മയെ, ശരീരം നഷ്ടപ്പെട്ടു പോകുന്നുള്ള ഒരു വിചാരത്തിൽ ഭയപ്പെടാതെ ആത്മാവ് ദൈവകരങ്ങളിൽ സുരക്ഷിതമാണെന്നുള്ള വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് കഴിയട്ടെ. 4-ാമത്തെ വായനയായിട്ട് കൊടുത്തിരിക്കുന്നത് യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. 14-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 27 വരെ വാക്യങ്ങളിലാണ്. അത് ഇപ്രകാരമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവത്തെയും ദൈവജനത്തെയും ആരൊക്കെ എതിർക്കുന്നു അവരെ ദൈവം നശിപ്പിക്കും, ദൈവത്തിൻ്റെ ജനത്തെ സംരക്ഷിക്കും എന്നുള്ള ആ ഒരു ചിന്തയാണ് അവിടെ നമുക്ക് തരുന്നത്. വീണ്ടും കുർബാനയിൽ നമുക്ക് അപ്പോസ്തല പ്രവർത്തനങ്ങളാണ് നമ്മുടെ ആദ്യത്തെ വായന. അതിലൂടെ ഇപ്രകാരം നമുക്ക് ധ്യാനിക്കുവാനായിട്ട് കഴിയും. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് വേണ്ടി 120 പേര് സമ്മേളിച്ച് ഇരിക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിക്കുന്നതാണ് ആ ഭാഗം. യൂദാസ് ഇസ്കറിയോത്ത തൻ്റെ സ്ലീഹാസ്ഥാനം നഷ്ടപ്പെടുത്തിയ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, അതിന് പകരം 12 സ്ലീഹന്മാരെ തികയ്ക്കുന്നതിന് ശിഷ്യന്മാരെ ഒരാളെ തിരഞ്ഞെടുക്കണമെന്നുള്ള ആ ഒരു ഭാഗമാണ് അവിടെ പ്രസംഗിക്കപ്പെടുന്നതെങ്കിലും പ്രിയമുള്ളവരെ, യൂദാസിൻ്റെ അന്ത്യത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അവൻ സ്ലീഹാസ്ഥാനം നഷ്ടപ്പെടുത്തി അവൻ നമ്മിലൊരുവനായി എണ്ണപ്പെടുകയും ഈ ശുശ്രൂഷയിൽ അവന് ഭാഗഭാഗിത്വം ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അവൻ തൻ്റെ ദുഷ്കർമ്മത്തിൻ്റെ പ്രതിഫലം കൊണ്ടൊരു പറമ്പ് വാങ്ങി അവൻ തലകുത്തി വീണു, ഉദരം പിളർന്ന് അവൻ്റെ കുടലെല്ലാം പുറത്തു ചാടി. ജെറുസലേം നിവാസികൾക്കെല്ലാം ഈ വിവരം അറിയാവുന്നവർ എന്ന് പറഞ്ഞാൽ കർത്താവിന് ഒറ്റിക്കൊടുത്ത യൂദാസ് അവൻ്റെ സ്ലീഹാസ്ഥാനം നഷ്ടപ്പെട്ടു. അവൻ ദൈവസന്നിധിയിൽ നിന്ന് തിരസ്കൃതനായി, അവൻ വലിയ അപകടത്തിൽപ്പെട്ടു, അവൻ്റെ കുടലെല്ലാം പുറത്ത് ചാടിയെന്ന. അവൻ മരണപ്പെട്ടു എന്നിവിടെ എഴുതിയിട്ടില്ല, അവൻ എപ്പോൾ മരണപ്പെട്ടു എന്നും പറഞ്ഞിട്ടില്ല. ഒരു പുസ്തകത്തിൽ ഞാനിങ്ങനെ വായിക്കുക ഉണ്ടായി, പിന്നീട് അവൻ കുറേ നാളുകൾ ശരീരം മുഴുവൻ പുഴുത്ത് ചീഞ്ഞു നാറി കിടന്നു എന്ന ഒരു പുസ്തകത്തിൽ വായിക്കുകയുണ്ടായി. അതുകൊണ്ട് പ്രിയമുള്ളവർ, ക്രിസ്തുവിനോടുകൂടെ നമ്മളായിരിക്കുമ്പോൾ, ക്രിസ്തുവിനോടുകൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നാം ഒരു കാരണവശാലും ക്രിസ്തുവിനെതിരെ നിൽക്കാൻ ഇടയാകാതെ കാത്തുകൊള്ളണം, സൂക്ഷിച്ചു കൊള്ളണമെന്നുള്ള ഒരു ആഹ്വാനമാണ് നൽകുന്നത്. 2-ാമത്തെ വായന 1 കൊരിന്ത്യർ 8:1 മുതൽ 6 വരെ വാക്യങ്ങളിലാണ്. അവിടെ പറയുന്നത് വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിക്കരുതെന്നാണ്. വിഗ്രഹാർപ്പിത ഭക്ഷണത്തെക്കുറിച്ചാണ് പറയുന്നത്. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണസാധനങ്ങളെ പറ്റി പറയാം. ഇക്കാര്യത്തിൽ നമുക്ക് അറിവുണ്ടെന്നാണല്ലോ സങ്കല്പം. അറിവ് അഹന്ത ജനിപ്പിക്കുന്നു, സ്നേഹമോ ആത്മീയോത്കർഷം വരുത്തുന്നു. അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല, എന്നാൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവനെ അംഗീകരിക്കുന്നു. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണസാധനങ്ങളെ പറ്റിയാണെങ്കിൽ ലോകത്തിൽ വിഗ്രഹങ്ങളൊന്നും ഇല്ലെന്നും ഏകദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും നമുക്കറിയാം. ദൈവങ്ങളെന്ന് വിളിക്കപ്പെടുന്നവർ ആകാശത്തിലും ഭൂമിയിലും ഉണ്ടെന്നിരിക്കട്ടെ, അങ്ങനെ പല ദേവന്മാരും നാഥന്മാരും ഉണ്ടല്ലോ. എങ്കിലും നമുക്കൊരു ദൈവമേ ഉള്ളൂ. ആരാണോ സർവവും സൃഷ്ടിച്ചത്, ആർക്കു വേണ്ടിയാണോ നാം ജീവിക്കുന്നത്, ആ പിതാവ്, ഒരു കർത്താവേ നമുക്കുള്ളൂ. ആരിലൂടെയാണോ സർവവും ഉളവായത്, ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത്, ആ യേശു ക്രിസ്തു. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, അതുകൊണ്ട് വിഗ്രഹ എന്നൊന്നില്ല.
അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും പറയുന്നു. അങ്ങനെ ഭൂമിയിൽ ദേവന്മാരും നാഥന്മാരും ഉണ്ട്. പക്ഷേ നാഥന്മാരും ദേവന്മാരൊക്കെ ഭൂമിയിലുണ്ട്. അവരെല്ലാം ആരാധനാപാത്രങ്ങളായി മാറുന്നുണ്ടെങ്കിലും നാം വിശ്വസിക്കുന്നത് സത്യേക ദൈവത്തിലും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിലും അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിലുമാണെന്നുള്ള പൂർണ്ണ ബോധ്യം നമ്മൾക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് ദേവന്മാരെയോ നാഥന്മാരെന്ന് പറയുന്നവരെയൊന്നും ഭയപ്പെടാതെ ദൈവത്തെ മാത്രം ഭയപ്പെട്ട് ജീവിക്കുക. നമ്മൾ മറ്റൊന്നിനെയും ഭയപ്പെടാതിരിക്കുക. ഒരു ചൊല്ലിങ്ങനെ ഉണ്ട്, വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കണ്ടായെന്ന്. നമുക്ക് നമ്മുടെ ദൈവത്തെ മാത്രം ആരാധിക്കുവാനുള്ള കൃപ ദൈവം നൽകട്ടെ. എവൻഗേലിയൻ വായന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 32 മുതൽ 39 വരെ വാക്യങ്ങളിൽ നിന്നാണ്. ഈ 2-3 ഞായറാഴ്ചയായിട്ട് നമ്മൾ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന, ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വേദഭാഗമാണത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 32 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, യേശു ശിഷ്യന്മാരെ വിളിച്ച് പറഞ്ഞു, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. 3 ദിവസമായി അവർ എന്നോട് കൂടെയുണ്ട്. അവർക്ക് ഭക്ഷിക്കാൻ യാതൊന്നുമില്ല. വഴിയിൽ അവർ തളർന്നു വീഴാനിടയുള്ളതിനാൽ ആഹാരം നൽകാതെ അവരെ പറഞ്ഞയക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടത് അവർക്ക് ഭക്ഷിക്കാൻ നിങ്ങൾ കൊടുക്കണമെന്നാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ പറയുന്നു, യേശു പറയുന്നത് എനിക്ക് മനസ്സ് വരുന്നില്ല. അവർ വഴിയിൽ തളർന്നു വീഴാൻ സാധ്യതകളുണ്ട്. അവരെ വെറും കൈയോടെ പറഞ്ഞയക്കാൻ മനസ്സ് വരുന്നില്ല എന്ന് പറയും. എന്നിട്ട് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് യേശു, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? അവർ പറയുന്നു, ഞങ്ങളുടെ കയ്യിൽ 7 അപ്പവും മത്സ്യവുമുണ്ട് എന്ന് പറഞ്ഞു. കുറേ മത്സ്യമുണ്ട്, ചെറിയ മത്സ്യങ്ങൾ. അപ്പം 7 ഉണ്ട് എന്ന് പറയും. യേശു അത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചെന്ന കൃതജ്ഞതാ സ്തോത്രം, നന്ദി പറഞ്ഞു ദൈവത്തെ സ്തുതിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ കയ്യിൽ എന്താണുള്ളതെന്ന് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. യേശുവിന് കൊടുക്കാൻ എൻ്റെ കയ്യിൽ എന്തുണ്ട്? യേശുവിൻ്റെ പ്രവൃത്തിക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ എന്തുണ്ട്? യേശുവിൻ്റെ മക്കൾക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ എന്തുണ്ട്? ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തിക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ എന്തുണ്ട്? എൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ഞാൻ യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുത്താൽ യേശു അത് കൃതജ്ഞതാ നിർഭരമായ നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ച് നമുക്ക് ആവശ്യമായ ഇതെല്ലാം നൽകും. 7 കൊട്ട നിറയെ എടുത്തു എന്നാണ് ബാക്കി വന്നത്. യേശു ദൈവത്തോട് ചോദിച്ചാൽ എന്തും ദൈവം കൊടുക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ്. നമ്മളോട് ഇങ്ങനെ പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശു പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക. എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക. ഇവിടെ അപ്പോസ്തലന്മാർ, പ്രിയമുള്ളവരെ, ആ 7 അപ്പവും കുറച്ച് ചെറു മത്സ്യവും മാത്രമാണ് കൊടുത്തത് അല്ല. അവരവരുടെ ജീവിതത്തിൽ തന്നെ യേശുവിന് കൊടുത്തിരിക്കുകയാണ്. യേശുവിന് അവരെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അവരുടെ സകല സമ്പാദ്യങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. അവരുടെ ഭാവി ജീവിതത്തിലേക്ക് ഉണ്ടാകാമായിരുന്ന എല്ലാ സുഖസൗകര്യങ്ങളും സൗഭാഗ്യങ്ങളുമാണ് കൊടുത്തിരുന്നത്. യേശുവിൻ്റെ ശിഷ്യന്മാരാണ് അവർ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് നമ്മെ തന്നെയും നമുക്കുള്ളതിനെയും പൂർണ്ണമായി യേശുവിൻ്റെ കയ്യിൽ കൊടുക്കാനുള്ള മനസ്സ് രൂപപ്പെടണം. അങ്ങനെ നമുക്കുള്ളത് യേശുവിന് കൊടുക്കുമ്പോൾ, യേശു നമ്മളെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ അനേകരുടെ പട്ടിണിമാർ, അനേകർ വഴിയിൽ വീഴാതെ കിടക്കും. ഇന്ന് എത്രയോ ആളുകളാണ് തെരുവിലൊക്കെ
വീണ് കിടക്കുന്നത്, വിശന്ന് കിടക്കുന്നത്. പ്രത്യേകിച്ച് ഈ മഴ തുടങ്ങിയിട്ട് തന്നെ എത്ര ദിവസങ്ങളായി. അപ്പോൾ തന്നെ അതിന് മുൻപ് സഹിക്കാൻ പറ്റാത്ത ചൂട് കാലമായിരുന്നു. ഈ മഴക്കാലത്ത് എത്രയോ വ്യക്തികൾ വീടില്ലാതെ, കിടക്കാൻ കിടപ്പാടമില്ലാതെ, വിറങ്ങലിച്ച് പുതപ്പില്ലാതെ, ഭക്ഷണമില്ലാതെയൊക്കെ വിറങ്ങലിച്ച് കടത്തിണ്ണകളിലും തെരുവോരങ്ങളിലും കിടക്കുന്നു. എത്രയോ പാവപ്പെട്ടവരുടെ വീടുകൾ ഒലിച്ചുപോയി. എത്രയോ പാവപ്പെട്ടവരുടെ വീടുകളിലേക്ക് മലയിടിഞ്ഞു വീണു. പ്രിയമുള്ളവരെ, അനുകമ്പ തോന്നണ്ടേ നമ്മുടെ ഉള്ളിൽ? നമ്മളോട് കർത്താവ് ചോദിക്കുന്നു, എന്ത് കയ്യിലുണ്ടെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഇന്നതുണ്ട്, എനിക്കിത്ര സ്ഥലമുണ്ട്, എനിക്കിത്ര വീടുണ്ട്, അതിലൊക്കെ ഞാൻ അങ്ങയുടെ കയ്യിലേക്ക് തരാൻ എനിക്ക് മനസ്സുണ്ട് എന്ന് പറയാൻ കഴിയണ്ടേ? വഴികൾ തളർന്നു വീഴാതെ സൂക്ഷിക്കണ്ടേ? നമ്മൾ തളരാൻ പാടില്ലല്ലോ. നമ്മളും ഒരു വഴിയാത്രക്കാരനല്ലേ? സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ എന്നാണല്ലോ പാട്ടുകാരൻ പാടിയത്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ യാത്രയിൽ നാം ക്രിസ്തുവിനായി, ക്രിസ്തുവിൻ്റെ ജനത്തിനായി എന്ത് കരുതിയിട്ടുണ്ട് എന്ന് ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. എനിക്ക് ജനത്തോട് അനുകമ്പ തോന്നുന്നു. ഇവർ വഴിയിൽ തളർന്നു വീഴാതിരിക്കാൻ ഇവർ 3 ദിവസമായി എൻ്റെ കൂടെയുണ്ട്. ഇവർക്ക് ഭക്ഷണം കൊടുക്കാതെ പറ്റില്ല. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ഞങ്ങളുടെ കയ്യിൽ 7 അപ്പമുണ്ട്, കുറച്ച് ചെറിയ മത്സ്യങ്ങളുമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ കയ്യിൽ കൊടുക്കാൻ പ്രിയമുള്ളവരെ, നമുക്കുള്ളതെന്തോ അത് കൊടുക്കാം, മടി കൂടാതെ കൊടുക്കാം. അവൻ നമുക്ക് അമർത്തി കുലുക്കി അളന്നു തരും. എത്ര കൊടുത്തോ അത്രയ്ക്കനുസരിച്ച് തരും. സുവിശേഷത്തിൽ ഇങ്ങനെ വായിക്കുന്നു, സമ്പത്തേറുമ്പോൾ ലേഖനത്തിലിങ്ങനെ, കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുന്നു, ഏറുന്നതനുസരിച്ച് കൊടുക്കുക. വിഷമത്തോടു കൂടിയോ വൈമുഖ്യത്തോടു കൂടിയല്ല, സ്നേഹത്തോടുകൂടെ കൊടുക്കുക. ഉള്ളതിൻ്റെ അനുസരിച്ച് കൊടുക്കുക. വർദ്ധിക്കും തോറും കൂടുതൽ കൊടുക്കുക. ഹല്ലേലൂയ. ദൈവം നമ്മളെല്ലാവരെയും അതിനെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒരു വാക്ക് നമുക്ക് പൂർണ്ണമായി നമ്മളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. എന്നെയും എനിക്കുള്ള സകലത്തെയും തിരുമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ഒരു സത്യ ആരാധനയിൽ പങ്കെടുക്കുവാൻ കൃപ നൽകണമേ. ദൈവത്തിന് പരിമളദ്രവ്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞല്ലോ. മാർ അപ്രേമിൻ്റെ പ്രാർത്ഥന ഇങ്ങനെയാണല്ലോ, എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനും നാഥ, എന്നെ നിനക്ക് സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. ആത്മശരീര മനസ്സുകളാം എന്നോട് തിരുമുൽ കാഴ്ചകളെ താതസുതാശ്വാസപ്രദിനെ അൻപട് കൈക്കൊണ്ടിടമേ. സ്വർഗസ്ഥ പിതാവേ, എന്നിൽ മാനസ ശുദ്ധി വരുത്തണമേ. ദൈവസുത എന്ന ആത്മാവിന് വിശുദ്ധി വരുത്തണമേ എന്ന ആ പ്രാർത്ഥന ഞങ്ങൾ കർത്താവെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. അനേകരുടെ പട്ടിണി മാറ്റുവാൻ, അനേകരുടെ ജീവിതത്തിൽ ഇടപെടുവാൻ ഞങ്ങൾക്കിടയാകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ, ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കേട്ടുത്തരം തരുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. ആശംസിക്കുന്നു പത്രോസ് ശ്ലീഹന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും ഓർമ്മ ഈ ദിവസങ്ങൾ നമ്മളായിരിക്കുമ്പോഴും, ഒപ്പം തന്നെ നമുക്ക് തോമാസ് ശ്ലീഹായുടെ ദുഃഖ്രോനോ ഓർമ്മ വരുന്ന 3-ാം തീയതി ബുധനാഴ്ച ദേവാലയത്തിൽ വിശുദ്ധ ബലിക്ക് അർപ്പിക്കാനായിട്ട് നമ്മൾ പങ്കെടുക്കാനായിട്ട് പോകുമ്പോഴൊക്കെയും ഈ ശ്ലീഹന്മാരുടെ ഈ സമർപ്പണം, ശ്ലീഹന്മാരും യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധം നമ്മളിലും ഇന്നും രൂപപ്പെട്ട് തുടർന്നു പോകുവാൻ ഇടവരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മാനവും മഹത്വവും പൊന്നുതിരുമേനി അവിടുന്ന് എടുക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി.